വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അന്താരാഷ്ട്ര സംഘടനകളിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഘടകത്തെ കുറിച്ചാണ്. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് 6 ഘടകങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ചും അതിന്റെ 5 ഘടകങ്ങളെ കുറിച്ചും പഠിച്ചു. ഇനി നമ്മൾ ആറാമത്തെ ഘടകമായ സെക്രട്ടേറിയറ്റിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പൊ സെക്രട്ടേറിയറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പൊ ഈ സെക്രട്ടേറിയറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ 6 ഘടകങ്ങൾ ഉണ്ടല്ലോ. ഈ 6 ഘടകങ്ങളിൽ ഐക്യരാഷ്ട്ര സഭയുടെ, അതായത് UNOന്റെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന ഘടകമാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഭരണ നിർമ്മാണമാണ്, അല്ലെങ്കിൽ അവരുടെ ഭരണം നിർവഹിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി കേട്ടോ. അപ്പൊ സെക്രട്ടേറിയറ്റ് ആണ്. അപ്പൊ അതിനൊരു തലവനുണ്ടാവണം. സെക്രട്ടേറിയറ്റിന്റെ തലവനെ നമ്മൾ സെക്രട്ടറി ജനറൽ എന്നാണ് വിളിക്കുന്നത്. ആരാണ്? സെക്രട്ടറി ജനറൽ. ഇനി ആരാണ് ഈ സെക്രട്ടറി ജനറലിനെ അപ്പോയിന്റ് ചെയ്യാന്ന് നമ്മൾ പഠിക്കാം. UN രക്ഷാസമിതി ഉണ്ട്. ആ രക്ഷാസമിതിയുടെ നിർദ്ദേശപ്രകാരം പൊതുസഭ അഥവാ ജനറൽ അസംബ്ലിയാണ് സെക്രട്ടറി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന സെക്രട്ടറി ജനറലിന് 5 വർഷത്തെ കാലയളവാണ് ഉണ്ടാവുക. ഇനി 5 വർഷം കഴിഞ്ഞ് കാലാവധി പൂർത്തിയായി എന്ന് വെച്ചാലും അദ്ദേഹത്തിന് വീണ്ടും എന്താണ് സെക്രട്ടറി ജനറൽ ആയിട്ട് വീണ്ടും അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് യാതൊരുവിധ തടസ്സവുമില്ല. എന്നാൽ UN സ്ഥിര അംഗങ്ങളിലെ പൗരന്മാർക്ക് സെക്രട്ടറി ജനറൽ ആയിട്ട് മത്സരിക്കാൻ സാധിക്കില്ല. പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് UN സ്ഥിര അംഗങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിലെ പൗരന്മാർക്ക് സെക്രട്ടറി ജനറൽ ആയിട്ട് മത്സരിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി സെക്രട്ടറി ജനറലിന് ഒരു ഔദ്യോഗിക വസതി ഉണ്ട്. ഔദ്യോഗിക വസതിയുടെ പേര് ന്യൂയോർക്കിലെ മാൻഹട്ടനിലെ സട്ടൺ പ്ലേസ് ആണ്. ന്യൂയോർക്കിലെ മാൻഹട്ടനിലെ സട്ടൺ പ്ലേസ് ആണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? UNOന്റെ ദൈനംദിന ഭരണങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് എന്തിന്റെ ലക്ഷ്യം? സെക്രട്ടേറിയറ്റിന്റെ കടമ, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം. അപ്പൊ അത് നിർവഹിക്കാൻ ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട് അവിടെ. ആ സെക്രട്ടറി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് UNOന്റെ സുരക്ഷാ സമിതിയുടെ നിർദ്ദേശപ്രകാരം ജനറൽ അസംബ്ലിയാണ്. അങ്ങനെ അപ്പോയിന്റ് ചെയ്ത സെക്രട്ടറി ജനറലിന് 5 വർഷത്തെ കാലയളവാണ്. കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തെ സെക്രട്ടറി ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് തടസ്സമൊന്നുമില്ല. പക്ഷേ UN സ്ഥിര അംഗങ്ങളിലെ പൗരന്മാർക്ക് സെക്രട്ടറി ജനറൽ ആയിട്ട് മത്സരിക്കാനായിട്ട് സാധിക്കില്ല. സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്കിലെ മാൻഹട്ടനിലെ സട്ടൺ പ്ലേസ് ആണ്. ഇനി ഇതുവരെ 9 പേര് UNOന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 9 പേരെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളൂ. കാരണം ചിലരൊക്കെ 5ഉം 10ഉം വർഷം 5 വർഷം കൂടാണ്ട് പിന്നെയും കുറെ വർഷങ്ങൾ സേവനം അനുഷ്ഠിച്ചവരാണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് നിലവിൽ വന്ന UNOയില് ആകെ കൂടെ 9 സെക്രട്ടറി ജനറൽമാരേ ഉള്ളൂ. അപ്പൊ 9 പേരെ നമുക്ക് പഠിക്കണ്ടു. അപ്പൊ ഓരോ സെക്രട്ടറി ജനറൽമാരെയും നമുക്ക് പഠിക്കണം. UNOന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറലിന്റെ പേര് ട്രിഗ്വേലി എന്നാണ്. എന്താണ്? ട്രിഗ്വേലിയാണ്. UNOന്റെ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ട്രിഗ്വേലിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം യൂറോപ്യൻ ആണ്. യൂറോപ്പുകാരനായ ആദ്യ UN സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയും? ട്രിഗ്വേലിയുടെ പേരാണ് പറയും. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ സെക്രട്ടറി ജനറലും ട്രിഗ്വേലിയാണ്. ട്രിഗ്വേലി നോർവേക്കാരനാണ്. അപ്പൊ നോർവേക്കാരനാണ് UNOന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ. അപ്പോ യൂറോപ്യൻകാരനായ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ്. രാജിവെച്ച ആദ്യ സെക്രട്ടറി ജനറലും ട്രിഗ്വേലിയാണ്. എവിടത്തുകാരനാണ്? നോർവേക്കാരനാണ്. രണ്ടാമത്തെ UN സെക്രട്ടറി ജനറലിന്റെ പേര് ഡാഗ് ഹാമർഷോൾഡ് എന്നാണ്. ഡാഗ് ഹാമർഷോൾഡ് എന്നാണ്. ഈ ഡാഗ് ഹാമർഷോൾഡ് സ്വീഡൻകാരനാണ്. ട്രിഗ്വേലി നോർവേക്കാരനാണ്. ഡാഗ് ഹാമർഷോൾഡ് സ്വീഡൻകാരനാണ്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അധികാരത്തിൽ ഇരിക്കെ തന്നെ, അല്ലെങ്കിൽ പദവിയിൽ ഇരിക്കെ തന്നെ അന്തരിച്ച ആദ്യ UN സെക്രട്ടറി ജനറൽ ആണ് ഡാഗ് ഹാമർഷോൾഡ്. ഇദ്ദേഹം 1961 ഒരു വിമാന അപകടത്തിൽ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം വിമാന അപകടത്തിൽ മരണപ്പെട്ട സെക്രട്ടറി ജനറൽ ആണ് ഡാഗ് ഹാമർഷോൾഡ്. ഈ മരണപ്പെട്ട വർഷം തന്നെ 1961 ഇത് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചപ്പോ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചു. പക്ഷേ
മരണാനന്തരാണ് അത് നേടുകയുണ്ടായത്. കാരണം എന്തുകൊണ്ടായിരിക്കും? അത് പ്രഖ്യാപിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പൊ മരണാനന്തരം നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി കൂടിയായി ആരാ? ഡാഗ് ഹാമർഷോൾഡ് എന്ന് പറയുന്നത്. ഇനി ഒരു അവാർഡ് ഉണ്ട്, ഡാഗ് ഹാമർഷോൾഡ് അവാർഡ്. എന്താ അറിയോ നിങ്ങൾക്ക്? മരണപ്പെടുന്ന UN സമാധാന പോരാളികൾക്ക് UNO നൽകുന്ന അവാർഡിന്റെ പേരാണ് ഡാഗ് ഹാമർഷോൾഡ് അവാർഡ്. അപ്പൊ മരണപ്പെടുന്ന UN സമാധാന പോരാളികൾക്ക് ആരുടെ പേരിലുള്ള അവാർഡാണ് നൽകുന്നത്? UNOന്റെ രണ്ടാമത്തെ സെക്രട്ടറി ജനറലായ ഡാഗ് ഹാമർഷോൾഡിന്റെ പേരിലുള്ള അവാർഡാണ് നൽകുന്നത്. ഇനി അടുത്തത്, UN ഒരു ലൈബ്രറി ഉണ്ട് ന്യൂയോർക്കിൽ. UNOന്റെ ലൈബ്രറി ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ലൈബ്രറിക്കും ഡാഗ് ഹാമർഷോൾഡ് ലൈബ്രറി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പൊ UN ലൈബ്രറിയുടെ പേര് ഡാഗ് ഹാമർഷോൾഡ് എന്നാണ്. UN സമാധാന പോരാളികൾക്ക് നൽകുന്ന UNOന്റെ അവാർഡിന്റെ പേര് ഡാഗ് ഹാമർഷോൾഡ് അവാർഡ് എന്നാണ്. ഡാഗ് ഹാമർഷോൾഡ് എന്ന് പറയുന്ന സ്വീഡൻകാരനായ രണ്ടാമത്തെ UN സെക്രട്ടറി ജനറൽ പദവിയിലിരിക്കെ മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം വിമാന അപകടത്തിലാണ് മരണപ്പെട്ടത്. മരണപ്പെടുന്നതിന് മുന്നേ തന്നെ നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചുവെങ്കിലും അത് വാങ്ങാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല, അല്ലെ? മരണപ്പെട്ടു. അപ്പൊ മരണാനന്തരം നോബൽ പ്രൈസ് ലഭിച്ച വ്യക്തി എന്ന് പറയുന്ന ബഹുമതി കൂടി ആർക്ക് ലഭിക്കുകയുണ്ടായി? ഡാഗ് ഹാമർഷോൾഡിന് ലഭിക്കുകയുണ്ടായി. ക്ലിയർ ആയോ? അപ്പൊ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ട്രിഗ്വേലി നോർവേക്കാരനാണ്. രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ ഡാഗ് ഹാമർഷോൾഡ് സ്വീഡൻകാരനാണ്. അടുത്തത് മൂന്നാമത്തെ സെക്രട്ടറി ജനറൽ, അദ്ദേഹത്തിന്റെ പേര് യു താന്റ് എന്നാണ്. എന്താണ് യു താന്റ്? അദ്ദേഹം മ്യാൻമറിൽ നിന്നാണ്, മ്യാൻമർകാരനാണ്. അതുകൊണ്ട് തന്നെ എന്താ അതിന്റെ പ്രത്യേകത? ആദ്യ ഏഷ്യക്കാരൻ, അല്ലെ? ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ ആണ് യു താന്റ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ കാലം ഏത് വ്യക്തിയാണ് സെക്രട്ടറി ജനറൽ ആയിട്ടിരുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 61 തൊട്ട് 71 വരെയുള്ള കാലഘട്ടത്തിൽ, 1961 ആരും മരിച്ചു? ഡാഗ് ഹാമർഷോൾഡ് മരിക്കുകയാണ്, അല്ലെ? ആ 61 തൊട്ട് 71 വരെയുള്ള കാലഘട്ടത്തില് UN സെക്രട്ടറി ജനറൽ പദവിയിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് ആര്? യു താന്റ്. ഇനി അടുത്തത് നമ്മൾ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്, ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ അവാർഡ്, അല്ലെ? ആ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ച ആദ്യത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ യു താന്റ് ആണ്. അത് ലഭിച്ചത് 1965-ലാണ്. 1965-ലാണ് ആദ്യമായിട്ട് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ അവാർഡ് കൊടുക്കണേ. അത് കൊടുത്തു തുടങ്ങിയത്, അത് ലഭിച്ച ആദ്യ വ്യക്തിയും യു താന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ട്രിഗ്വേലി നോർവേക്കാരനാണ്. സെക്കൻഡ് സെക്രട്ടറി ജനറൽ ഡാഗ് ഹാമർഷോൾഡ് സ്വീഡൻകാരനാണ്. തേർഡ് സെക്രട്ടറി ജനറൽ യു താന്റ് മ്യാൻമർകാരനാണ്. ഫോർത്ത് സെക്രട്ടറി ജനറൽ കുർട്ട് വാൽഡേം. ആരാണ്? കുർട്ട് വാൽഡേം. അതാണ് ഫോർത്ത് സെക്രട്ടറി ജനറൽ. അദ്ദേഹം ഓസ്ട്രിയക്കാരനാണ്. ഇപ്പൊ ഒരേ ഒരു കാര്യം പഠിക്കാനുള്ളൂ, സെക്രട്ടറി ജനറൽ പദവി വഹിച്ചതിന് ശേഷം അദ്ദേഹം രാഷ്ട്രപതി പദവിയിൽ എത്തുകയുണ്ടായി. അപ്പൊ എവിടുത്തെ ആയിരിക്കും? അദ്ദേഹത്തിന്റെ ആദ്യത്തെ രാഷ്ട്രപതി അല്ലേ ആവുക? അപ്പൊ ഓസ്ട്രിയയുടെ രാഷ്ട്രപതി പദവിയിലെത്തിയ വ്യക്തിയാണ് കുർട്ട് വാൽഡേം കേട്ടോ. അപ്പൊ കുർട്ട് വാൽഡേം ഓസ്ട്രിയക്കാരനാണ്. ഓസ്ട്രിയയുടെ, അതായത് സെക്രട്ടറി ജനറൽ പദവി ഒഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓസ്ട്രിയയുടെ പ്രസിഡന്റ് പദവി അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. അടുത്തത് ജാവിയർ പെരസ് ഡി ക്വയർ. അടുത്ത ആള് ജാവിയർ പെരസ് ഡി ക്വയർ. എവിടുത്തുകാരനാണ്? പെറു ആണ്. പെറുവിൽ നിന്നുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യത്തെ സെക്രട്ടറി ജനറൽ കൂടിയാണ് ജാവിയർ പെരസ് ഡി ക്വയർ. സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഇദ്ദേഹം. എവിടുത്തെ പ്രധാനമന്ത്രിയായി ഉണ്ടാവും? പെറുവിന്റെ പ്രധാനമന്ത്രിയായി. അപ്പൊ നമ്മൾ നേരത്തെ കുർട്ട് വാൽഡേം അദ്ദേഹത്തിന്റെ രാജ്യമായ ഓസ്ട്രിയയിലെ പ്രസിഡന്റായി. അതുപോലെ തന്നെ ജാവിയർ പെരസ് ഡി ക്വയർ എന്തായി? പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞേ? പെറുവിൽ നിന്നുള്ള ആണ് എന്നുള്ളതുകൊണ്ട് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യത്തെ സെക്രട്ടറി ജനറൽ. നമ്മൾ ആദ്യത്തെ ഏഷ്യക്കാരൻ യു താന്റ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ. അപ്പൊ ഫസ്റ്റത്തെ ആള് ട്രിഗ്വേലി നോർവേക്കാരൻ, സെക്കൻഡ് ആള് ഡാഗ് ഹാമർഷോൾഡ് സ്വീഡൻകാരൻ, തേർഡ് വൺ യു താന്റ് എവിടുത്തുകാരനാണ്? ബർമ്മക്കാരൻ, അല്ലെ? അല്ലെങ്കിൽ മ്യാൻമാർ. അടുത്തത് കുർട്ട് വാൽഡേം എവിടുത്തുകാരനാണ്? ഓസ്ട്രിയക്കാരൻ. ജാവിയർ പെരസ് ഡി ക്വയർ പെറുവിൽ നിന്നുള്ളത്. അടുത്ത ആള് ബുഡ്രോസ് ഗാലി. ആരാണ്? ബുഡ്രോസ് ഗാലി എവിടുത്തുകാരനാണ്? ഈജിപ്തിൽ നിന്നുള്ള ആളാണ്. ബുഡ്രോസ് ഗാലി ഈജിപ്തുകാരനാണ്. ആഫ്രിക്കക്കാരനായ ആദ്യ സെക്രട്ടറി ജനറൽ ആണ് ബുഡ്രോസ് ഗാലി. വളരെ കുറച്ചു നാള് മാത്രമേ ബുഡ്രോസ് ഗാലി ഉണ്ടായിട്ടുള്ളൂ. 4 കൊല്ലം കഷ്ടി ഉണ്ടായിട്ടുള്ളൂ.
അപ്പൊ ഏറ്റവും കുറച്ചു കാലം സെക്രട്ടറി ജനറൽ പദവിയിൽ ഇരുന്ന ആളാണ് ബുട്രോസ് ബുട്രോസ് ഗാലി. ആഫ്രിക്കക്കാരനാണ് ബുട്രോസ് ബുട്രോസ് ഗാലി. എവിടെയാണ് സ്ഥലം ബുട്രോസ് ബുട്രോസ് ഗാലിയുടെ? ഈജിപ്ത് ആണ്. അടുത്ത ആളാണ് കോഫി അന്നൻ. ആരാണ്? കോഫി അന്നൻ. കോഫി അന്നനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം എവിടത്തുകാരനാണെന്ന് കുറേയധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഗാനക്കാരനാണ്. കോഫി അന്നൻ കറുത്ത വർഗക്കാരനായ ആദ്യ സെക്രട്ടറി ജനറൽ ആണ്. കറുത്ത വർഗക്കാരനായ ആദ്യ സെക്രട്ടറി ജനറൽ ആണ് കോഫി അന്നൻ. കോഫി അന്നനെ കുറിച്ച് നോബൽ പ്രൈസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ എടുത്തപ്പോൾ പറയണ്ടായി. 2001 നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് കോഫി അന്നന് സമാധാനത്തിന്. ഒപ്പം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? UN-ഒക്കെ. അപ്പൊ UN-ക്കും UN സെക്രട്ടറി ജനറലും ഒരേ സമയം 2001 നോബൽ പ്രൈസ് ലഭിക്കേണ്ടായി. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പൊ ഇവിടെ കോഫി അന്നന്റെ 2 പോയിന്റ് ഓർത്താൽ മതി. അദ്ദേഹം ഗാനക്കാരനാണ്, കറുത്ത വർഗക്കാരനാണ്. നോബൽ പ്രൈസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ആളാണ് ബാൻ കി മൂൺ. ബാൻ കി മൂൺ രണ്ടാമത്തെ ഏഷ്യക്കാരനാണ്, കാരണം സൗത്ത് കൊറിയക്കാരനാണ്. അപ്പൊ ബാൻ കി മൂണിന്റെ സ്ഥലം എവിടെയാണ്? സൗത്ത് കൊറിയയാണ്. രണ്ടാമത്തെ ഏഷ്യക്കാരനാണ്. ഈ ബാൻ കി മൂൺ പഠിക്കുമ്പോ നമ്മൾ ഒരു ഇന്ത്യക്കാരനെ ഓർക്കണം. കാരണം ബാൻ കി മൂണിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇന്ത്യക്കാരനാണ് ശശി തരൂർ. ബാൻ കി മൂണിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇന്ത്യക്കാരനാണ് ശശി തരൂർ. ഇപ്പൊ ബാൻ കി മൂൺ എവിടത്തുകാരനാണെന്നാ നമ്മൾ പറഞ്ഞ സൗത്ത് കൊറിയക്കാരനാണ്. ഇപ്പൊ രണ്ടാമത്തെ ഏഷ്യ, ഒന്നാമത്തെ ഏഷ്യക്കാരൻ യൂത്താൻഡ്, രണ്ടാമത്തെ ഏഷ്യക്കാരൻ ബാൻ കി മൂൺ. ഇദ്ദേഹത്തിനെതിരെ ശശി തരൂർ മത്സരിക്കുക കൂടി ഉണ്ടായി നോർക്കുക. അവസാനം ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗൂട്ടറസ്. പോർച്ചുഗീസുകാരനാണ്, നിലവിലുള്ളതാണ് എന്നുള്ളത് കൊണ്ട് പ്രധാനമുണ്ട്. അപ്പോഴും സ്ഥലം നമ്മൾ ഓർത്തു വെക്കണം. അദ്ദേഹം സെക്രട്ടറി ജനറൽ പദവി 2021 അദ്ദേഹത്തിന്റെ കഴിഞ്ഞതാണ്. 2021 റീഅപ്പോയിന്റ് ചെയ്യാണ്. അപ്പൊ ഇനി 2026 വരെ അദ്ദേഹത്തിന് എന്തുണ്ട്? പദവിയുണ്ട്. അപ്പോ നമ്മള് നിലവിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ പോർച്ചുഗീസുകാരനായ ആന്റോണിയോ ഗൂട്ടറസ് ആണ് എന്ന് ഓർക്കുക. അപ്പൊ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ട്രിഗ്വേലി. എവിടത്തുകാരനാണ് ട്രിഗ്വേലി? നോർവേക്കാരനാണ്. സെക്കൻഡ് സെക്രട്ടറി ജനറൽ ഡാഗ് ഹാമർ ഷോൾഡേഴ്സ്, സ്വീഡൻ. തേർഡ് വൺ ആരാ? യൂത്ത് ആൻഡ് മ്യാൻമാർ. ഫോർത്ത് വൺ കുർട്ട് വാൽഡേം, ഓസ്ട്രേലിയ. ഫിഫ്ത് വൺ ജാവിയർ പെരസ് ഡി കോയർ, പെറു. സിക്സ്ത് വൺ ബുട്രോസ് ബുട്രോസ് ഗാലി, ഈജിപ്ത്. സെവൻത് വൺ കോഫി അന്നൻ, ഗാന. എയ്ത്ത് വൺ ബാൻ കി മൂൺ, സൗത്ത് കൊറിയ. നയൻത് വൺ ആന്റോണിയോ ഗൂട്ടറസ്, പോർച്ചുഗൽ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. അപ്പൊ UN-ഒക്കെ എത്ര സെക്രട്ടറി ജനറൽമാരുണ്ട്? 9 പേര് അല്ലെ. ആദ്യത്തെ ട്രിഗ്വേലി, അദ്ദേഹം ആദ്യമായിട്ട് രാജിവെച്ച ആളാണ്. ഇനി പദവിയിലിരിക്കെ അന്തരിച്ച ആള് ഡാഗ് ഹാമർ ഷോൾഡർ, വിമാന അപകടത്തിൽ മരിച്ചു. നോബൽ പ്രൈസ് കിട്ടി. നോബൽ പ്രൈസ് കിട്ടിയ അടുത്ത UN സെക്രട്ടറി ജനറൽ കോഫി അന്നൻ ആണ് അല്ലെ. കോഫി അന്നന് മാത്രമല്ല UN-ഒക്കും കിട്ടി. ആദ്യ ഏഷ്യക്കാരൻ യൂത്താൻഡ് ആണ്. രണ്ടാമത്തെ ഏഷ്യക്കാരൻ ബാൻ കി മൂൺ ആണ്. നിലവിലെ ആന്റോണിയോ ഗൂട്ടറസ് ആണ്. അദ്ദേഹം എവിടത്തുകാരനാണ്? പോർച്ചുഗീസുകാരനാണ്. അപ്പൊ മാക്സിമം നമ്മള് വളരെ ഭംഗിയായിട്ട് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഈ ഘടകം നമ്മളിവിടെ പഠിച്ചു തീർത്തു. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മുൻപത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു എന്നും പ്രതീക്ഷിക്കുന്നു. കണ്ടുണ്ടാവണം, അത് പഠിച്ചിട്ടും ഉണ്ടാവണം. കാരണം ഇനി നമുക്കറിയാം നമ്മുടെ കമ്പനി കോർപ്പറേഷന്റെ LGS വിളിക്കാൻ പോവാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നിങ്ങളത് പഠിച്ചു വെക്കുക. നമ്മൾ ഇപ്പോഴേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് അവസാനം പഠിക്കുന്നതിനേക്കാൾ. ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഇപ്പോൾ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫിയുടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ മെഡീവൽ ഇന്ത്യ, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി, കേരളം എന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്ത് കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് നിങ്ങൾ കണ്ടുപഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി അടുത്തത്, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യാം. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.